പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയന്തിയുടെ ആ അലമ്പ് സ്വഭാവം നെടുമ്പൊരിക്കൽ എടുക്കാൻ തുടങ്ങി. വൈജയന്തിക്ക് ഇഷ്ടമല്ല കേട്ടോ അലീനെ പറഞ്ഞു കൊടുത്ത രീതിയിൽ മക്കൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ചിട്ടയിൽ നിന്നും ഒക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അലീന പറഞ്ഞു കൊടുത്ത രീതിയിലല്ലാണ്ട് അവരെ വൈജയന്തി പറയുന്ന രീതിയിൽ നടത്താൻ വേണ്ടി വൈജയന്തി കുറേ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം ദേഷ്യം വരും ഭവതിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉള്ളത് മുഖത്ത് നോക്കി പറയും. അത് വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ വെച്ച് ഒരു സ്റ്റണ്ട് കഴിഞ്ഞിട്ടാണ് ബബിത പുറത്തേക്ക് പോകുന്നത്. പുറകെ വൈജയന്തി ചെല്ലും. എന്നിട്ട് ബബിതയോട് പറയുന്നുണ്ട്, പന്നത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് നിൻ്റെ കാരണം ഞാൻ പുകയ്ക്കും എന്ന്. അങ്ങനെ അവർ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് ബബിത കോളേജിൽ പോകാൻ നേരത്തും വീണ്ടും ബബിതയും വൈജയന്തിയും തമ്മിൽ ഉടക്കുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ബാലേന്ദ്രൻ ഇറങ്ങി വരുമ്പം വൈജയന്തി കണ്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല കേട്ടോ. അത് വൈജയന്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ ബാലേന്ദ്രൻ ഇപ്പോഴും വേറെ റൂമിലല്ലേ കിടക്കുന്നത്. അതൊക്കെ വൈജയന്തി ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, എൻ്റെ മനസ്സിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയറണമെങ്കിൽ എൻ്റെ അനുവാദം മേടിക്കണം എന്ന്. അന്നേരം വൈജയന്തി ചോദിക്കും, അപ്പോൾ ഞാൻ ആരാണ് എന്ന്. ബാലേന്ദ്രൻ്റെ മനസ്സിൽ പോലും വൈജയന്തി ഇല്ല എങ്കിൽ പിന്നെ അവിടെ ഭാര്യ എന്ന സ്ഥാനത്ത് നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് അപ്പം ഞാൻ പിന്നെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ്, എൻ്റെ ഭാര്യ തിരിച്ചു വന്നിട്ടുമില്ല, തിരിച്ചെൻ്റെ മനസ്സിൽ കയറിയിട്ടുമില്ല, കയറാൻ വേണ്ടി എന്നോട് അനുവാദം ചോദിച്ചിട്ടുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് വൈജയന്തിക്ക്. കാരണം മക്കളുടെ മുന്നിലും ബാലേന്ദ്രൻ്റെ മുന്നിലും തിരിച്ചു വന്നതിന് ശേഷം വൈജയന്തി പലപ്പോഴും തോറ്റു പോവുകയാണ്. തിരിച്ചു വന്നത് എല്ലാം അടക്കി പിടിക്കാനും ജയിക്കാനും വേണ്ടിയായിരുന്നു. പക്ഷെ അത് സാധിക്കാത്തതിൻ്റെ വിഷമമുണ്ട് വൈജയന്തിക്ക്. പക്ഷേ ഇവിടെ അലീനയ്ക്ക് അങ്ങനെയല്ല. അലീനയുടെ അടുത്തേക്ക് അലീനയുടെ പപ്പയായ സ്റ്റാൻലി വരുന്നു. എന്നിട്ട് സ്റ്റാൻലി അലീനയോട് പരിഭവം പറയുവാണ്. ഈ വീട്ടിൽ ബാലേന്ദ്രൻ്റെ കൂടെ വന്നതിന് ശേഷം അലീന പലതവണ ബാലേന്ദ്രനെ അച്ഛ എന്ന് വിളിക്കുന്നത് കേട്ടായിരുന്നു സ്റ്റാൻലി. പക്ഷേ ഒരു തവണ പോലും ഇവിടെ വന്നതിന് ശേഷം അലീന പപ്പ എന്ന് സ്റ്റാൻലിയെ വിളിച്ചില്ല. ആ കാര്യം പറയുമ്പം അലീന പറയുന്നുണ്ട്, അവിടുത്തെ അച്ഛൻ എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കും, എന്നെ സ്നേഹിക്കും, പക്ഷേ ഇതുവരെ പപ്പ ആ രീതിയിൽ എൻ്റെ അടുത്ത് പെരുമാറിയില്ല എന്ന് പറയുന്നു. അന്നേരം ഇത്തിരി സങ്കടം തോന്നുന്നുണ്ട് സ്റ്റാൻലിക്ക്. അത് കഴിഞ്ഞ് ഒരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അവർ കുറച്ച് നേരം സംസാരിക്കുന്നു. അങ്ങനെ അവർക്കിടയിലുള്ള ആ ഒരു അകൽച്ച കുറഞ്ഞു വരുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഔതുക്കുട്ടിച്ചായൻ ഓടിപ്പിടിച്ച് എത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അലീനെ അവിടുന്ന് ഇറക്കി വിടണം, അതാണ് ഉദ്ദേശം. അന്നേരം കുറേ ഉപദേശിക്കുന്നുണ്ട് സ്റ്റാൻലിയെ. അന്നേരം സ്റ്റാൻലി പറയും, അപ്പച്ച അവൾ കഴിഞ്ഞ 23 വർഷം അനാഥാലയത്തിലാണ് ജീവിച്ചത്, അതുകൊണ്ട് തന്നെ അവൾക്കും ഒരു നീതി കിട്ടണ്ടേ എന്നൊക്കെ ചോദിക്കും. അന്നേരം അപ്പച്ചൻ പറയുന്നത്, നീതി കിട്ടണം, നീ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളെ നമ്മുടെ ബന്ധുക്കളിലെ ആരുടെയെങ്കിലും മകളാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിർത്താം, എന്നിട്ട് നല്ലൊരു വിവാഹം കഴിപ്പിച്ചു വിടാം, അതും ഒരു നീതിയല്ലേ, വേണമെങ്കിൽ കുറച്ച് സ്വത്തും കൊടുത്തേക്കാം എന്നൊക്കെ പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മറന്നു പോകരുത്, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ കിടക്കുകയില്ല എന്നൊരു പഴഞ്ചൊല്ലും. പക്ഷേ സ്റ്റാൻലി സമ്മതിക്കത്തില്ല. ആരൊക്കെ വന്നാലും ഞാൻ അവളെ ഇവിടുന്ന് മാറ്റി വേറെ ഒരിടത്തേക്കും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവളെൻ്റെ മകളാണ്, അവളെൻ്റെ മകളായി തന്നെ ഇവിടെ നിൽക്കുമെന്നൊക്കെ പറയുന്നു. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, അപ്പച്ചൻ്റെ മനസ്സമാധാനം പോയി എന്ന്. അലീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ആരോടൊക്കെ മറുപടി പറയേണ്ടി വരും, അതൊക്കെ ഓർത്തിട്ട്. അന്നേരം അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, എനിക്ക് ഏതായാലും ഇവിടെ വന്നതല്ലേ, അവളെ ഒന്ന് കാണണം, അവളെ വിളിക്കുകയെന്ന് പറയുവാണ്. അങ്ങനെ സ്റ്റാൻലി അലീനെ വിളിക്കുന്നു. അലീനെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതാണ് അപ്പച്ചൻ്റെ മനസ്സമാധാനം കളഞ്ഞ വ്യക്തിയെന്ന്. അങ്ങനെ അലീനെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ചിന്നമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. അലീനയ്ക്ക് സ്റ്റാൻലിയുടെ അമ്മച്ചിയുടെ അതേ ഷേപ്പും രൂപവും ഭാവവും സംസാര രീതിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പച്ചന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവാണ് അലീനെ. സ്റ്റാൻലിയുടെ അമ്മ സ്റ്റാൻലിയുടെ വിവാഹത്തിനൊക്കെ മുമ്പേ മരിച്ചു പോയതാണ്. പിന്നീട് ആ രൂപത്തിൽ അലീനെ കാണുമ്പം അപ്പച്ചന് വിട്ട് കളയാൻ തോന്നുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പച്ചൻ പിന്നീട് അലീനയുടെ കൂടെ കൂടുന്നു. ഭയങ്കര ഇഷ്ടമാണ് അലീനെ കണ്ടിട്ടും കൊതി തീരുന്നില്ല, ആ ഒരു അവസ്ഥയാട്ടോ. എപ്പോൾ വന്നാലും അച്ഛനും മോനോട് ഇരുന്ന് ഫുൾ ടൈം വെള്ളം അടിക്കുന്നതാണ്, മദ്യം കഴിക്കുന്നതാണ്. പക്ഷേ ഇനി അലീനയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അതൊക്കെ ഒരൊറ്റ പെഗ്ഗിലേക്ക് ചുരുക്കുക വരെ ചെയ്യും അപ്പച്ചൻ. അതുപോലെ സ്റ്റാൻലിയും ഒരുപാട് മദ്യപിക്കാൻ സമ്മതിക്കത്തില്ല. എടാ, നമ്മൾ ആ കുഞ്ഞിന് മുന്നിൽ വെള്ളമടിച്ച് ലെവലില്ലാതെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വില പോകും, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുമ്പം അപ്പച്ചൻ എന്നെ ചിന്നമ്മയെ പേടിയാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന വരെയുണ്ട്.
ഏതായാലും അപ്പച്ചൻ ഇനി അങ്ങ് പുനലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ഥിരതാമസമാക്കുക വരെ ചെയ്യുന്നുണ്ട് കേട്ടോ, അലീനയുടെ കൂടെ കഴിയാൻ വേണ്ടി. ഏതായാലും ഈ വിവരങ്ങളൊക്കെ അലീനെ വിളിച്ച് മനുവിനോട് പറയുന്നുണ്ട്. അന്നേരം മനുവിനും ഭയങ്കര സന്തോഷം. നീ കൊള്ളാലോ, നീ മൂപ്പരെ വളച്ച് കുപ്പിയിലാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അലീന ഒരുപാട് ചിരിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ മനുവിനോട്. അതെല്ലാം കഴിഞ്ഞ് അലീനയും സ്റ്റാൻലിയും അതുപോലെ അപ്പച്ചനും എല്ലാവരും കൂടി 3 പേരും കൂടി സ്റ്റാൻലിയുടെ എസ്റ്റേറ്റൊക്കെ കാണാനായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവിടെ പോയി എസ്റ്റേറ്റ് കാണുന്നു. അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഇനി എന്നും അലീനയ്ക്കൊരു കൂട്ടായി ആര് അലീനയോട് അലമ്പിനെ വന്നാലും അവരുടെ മുമ്പിൽ തടയാനും അവരോട് സംസാരിക്കാനും ഒക്കെ നിൽക്കുന്നത് ഇനി ഈ അപ്പച്ചനാണ്.